സിദ്ധു പുറത്തെവിടേക്കോ പോയിട്ട് തിരികെ വരുമ്പോൾ കശ്യപിനെ ബെഡ്റൂമിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഈ അവസ്ഥയിൽ അവൻ മറ്റെവിടേക്കും പോയിട്ടുണ്ടാവില്ലെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. പ്രതീക്ഷ തെറ്റിക്കാതെ ബാൽക്കണി റെയിലിംഗിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കശ്യപ്. അവൻ്റെ കയ്യിലെ സിഗരറ്റ് ഏകദേശം എരിഞ്ഞു തീരാറുമായിരുന്നു. കാശി, ആ നീ വന്നോ? പതിയെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കശ്യപ് ചോദിച്ചു. ഇനി എന്താ നിന്റെ പ്ലാൻ? നീ എന്താ ഉദ്ദേശിച്ചത്? സിദ്ധുവിൻ്റെ ചോദ്യം നിതയെക്കുറിച്ചാണെന്ന് മനസ്സിലായെങ്കിലും അത് ഭാവിക്കാതെ മറ്റെവിടേക്കോ നോക്കി നിന്നുകൊണ്ട് അലസമായി അവൻ ചോദിച്ചു. നിതാരയുടെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. അതിലിനി കൂടുതൽ എന്തോന്ന് തീരുമാനിക്കാനാ? അവളോട് പറഞ്ഞതുപോലെ തന്നെ 1 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് നടക്കണം. പിന്നെ അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെയും. എടുത്തടിച്ചതുപോലെയുള്ള അവൻ്റെ മറുപടി സിദ്ധുവിനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. കാരണം പെട്ടെന്നുണ്ടായ ഒരു വികാരക്ഷോഭത്തിൽ സംഭവിച്ചു പോയതാ അവൻ്റെ ഈ വരവെന്നും നിതയെ ഉപേക്ഷിക്കാൻ കാശിയെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെയായിരുന്നു അതുവരെയുള്ള അവൻ്റെ ധാരണ. പക്ഷേ ആ വിചാരത്തെയൊക്കെ തിരുത്തി കുറിക്കുന്നതായിരുന്നു കശ്യപിൻ്റെ വാക്കുകൾ. ഡാ അവൾ, നീ എന്തൊക്കെയായി പറയുന്നത്? സംഭവിക്കേണ്ട കാര്യങ്ങളാ സിദ്ധു ഞാൻ പറഞ്ഞത്. ഏട്ടനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ കെട്ടിയ താലിയും കഴുത്തിലണഞ്ഞ് ശ്വാസം മുട്ടി ജീവിക്കേണ്ടവളല്ല നിതാര. അവൾ പൊയ്ക്കോട്ടെ. അവളുടെ കഴുത്തിൽ എൻ്റെ താലി വീണുപോയത് കൊണ്ടാവാം അവളോടുള്ള ഇഷ്ടം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടാൻ ഏട്ടൻ തീരുമാനിച്ചത്. പക്ഷേ ഞാൻ കാരണം അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. സ്നേഹിക്കുന്നവരാണ് ഒന്നിക്കേണ്ടത്. അപ്പോൾ ഒരുമിച്ച് ജീവിക്കേണ്ടത് പവിയേട്ടനും നിതാരയുമാണ്. അവർക്കിടയിലൊരു കഴിനിഴലായി ഞാനിനി പോകില്ല. നാട്ടിലെ ഓഫീസിൽ നീ പോകണം. ഡിവോഴ്സ് കഴിയും വരെ ഞാനിനി ഇവിടെയായിരിക്കും. അത് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോവും. പണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഒഴിഞ്ഞുമാറി നടന്നെനിക്ക് നല്ല ശീലമല്ലേ. അതുകൊണ്ട് ഈ മാറ്റങ്ങളോടൊക്കെ ഞാൻ വേഗത്തിൽ പൊരുത്തപ്പെടും. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നുവെങ്കിലും ആരെയും ബോധിപ്പിക്കാനെന്ന പോലെ അവൻ പുഞ്ചിരിച്ചു. എടാ, പക്ഷേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ചാടിക്കേറിയുള്ള ഈ തീരുമാനമൊക്കെ? ഇതൊന്നും ഞാൻ ചാടിക്കേറിയെടുത്ത തീരുമാനമല്ല സിദ്ധു, ഒരുപാട് ആലോചിച്ചെടുത്തതാ. അവളെ എനിക്കെൻ്റെ ജീവനേക്കാളേറെ ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടത്തിൻ്റെ പേരും പറഞ്ഞ് അവൾ സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്ന് അവളെ അടർത്തിയെടുത്ത് എന്നോട് ചേർത്ത് വയ്ക്കാൻ നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതൽ അവളെന്നെ വെറുക്കും. അതൊന്നും വേണ്ടടാ. അവൾ നന്നായി ജീവിക്കട്ടെ. കണ്ണുകൾ ചതിക്കുമെന്ന് ഉറപ്പായപ്പോൾ കശ്യപ് സംസാരം അവസാനിപ്പിച്ച് വേഗത്തിൽ തൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോഴും അവൻ പറഞ്ഞതൊക്കെ ഓർത്ത് തരിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധു. പമ്മിയെ കണ്ടിട്ട് വന്നപാടെ ബെഡിലേക്ക് വീണതായിരുന്നു നിത. ശരീരവും മനസ്സും വല്ലാതെ തകർന്നടിഞ്ഞ അവസ്ഥയിലായിരുന്നത് കൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങണമെന്ന് കരുതിയായിരുന്നു കിടന്നതെങ്കിലും മനസ്സിലൊരു കടൽ തന്നെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവൾക്ക് ഉറങ്ങാൻ പോയിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കിടക്കുമ്പോഴായിരുന്നു കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ടത്. എന്തുകൊണ്ടോ ആ നേരത്തെ അവളുടെ മനസ്സിലേക്ക് വന്നത് കശ്യപിൻ്റെ മുഖമായിരുന്നു. അവനായിരിക്കുമെന്ന ധാരണയിൽ തന്നെ അവൾ വേഗം ചെന്ന് ഡോർ തുറന്നു. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് എന്തുകൊണ്ടോ അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. കാശി എവിടെ മോളെ? ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓഫീസിലും ചെന്നിട്ടില്ലല്ലോ. കശ്യപ് അകത്തുണ്ടാകുമെന്ന ധാരണയിൽ അവളെ കടന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് പവി ചോദിച്ചു. അത് കശ്യപ് ഇവിടെ ഇല്ല. ഇല്ലേ? പിന്നെ എവിടെ പോയി? പവി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. ഇന്നലെ രാത്രി പോയതാ, പിന്നെ ഇങ്ങോട്ട് വന്നില്ല. അവൻ്റെ മുഖത്ത് നോക്കാനുള്ള ത്രാണിയില്ലാത്തതുപോലെ നിലത്തേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് അവൻ എങ്ങോട്ടാ പോയത്? എന്താ മോളെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ വഴക്കിട്ടോ? പവിയുടെ നോക്കിലും വാക്കിലും വല്ലാത്ത ആദി നിറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ അവൻ നിന്നോടൊന്നും പറയാതെ പോയത്? എനിക്കറിയില്ല. എന്തുകൊണ്ടോ ആ നിമിഷം അവളുടെ സ്വരമിടറിപ്പോയിരുന്നു. കണ്ണുകൾ നിറയാൻ വെമ്പി. ഇതൊക്കെ കണ്ട് ആകപ്പാടെ അമ്പരന്ന് നിൽക്കുമായിരുന്നു പവി. പക്ഷേ അവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ബാക്കിയാണ് കശ്യപിൻ്റെ ഈ ആരോടും പറയാതെയുള്ള പോക്കെന്നും അവന് ഏകദേശം ഉറപ്പായിരുന്നു. മോളെ നിതേ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? പവി വീണ്ടും ചോദിച്ചതും പൊട്ടി വന്ന വിതുമ്പൽ അടക്കി പിടിച്ചുകൊണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ഇല്ലേട്ടാ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. കശ്യപ് പൊതുവെ ഇങ്ങനെയാണ്, പോകുന്നതും വരുന്നതുമൊന്നും എന്നോടങ്ങനെ പറയാറൊന്നുമില്ല. അത് വഴക്കായോണ്ടൊന്നുമല്ല, എന്തോ അങ്ങനെയാണ്. വരുത്തിക്കൂട്ടിയ പുഞ്ചിരിയോടെ അവൻ്റെ ധാരണകളൊക്കെ തെറ്റാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയിൽ എന്ന പോലെ നിത പറഞ്ഞു. പവിയും അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നത്. അവൻ്റെ ഈ സ്വഭാവം പണ്ടേ അങ്ങനെയൊക്കെയാണ്. അവനെവിടെ പോകുന്നുവെന്നോ എപ്പോൾ വരുമെന്നോ ഒന്നും അവനാരോടും പറയാറുമില്ല. ആരും അതർത്തൊന്നും തിരക്കുന്നതും അവനിഷ്ടമല്ല. പക്ഷേ അതൊക്കെ വിവാഹത്തിന് മുമ്പത്തെ കാര്യമല്ലേ. പക്ഷേ ഇപ്പോൾ അവൻ്റെ പാതിയായ പെണ്ണിനോടും അവനങ്ങനെ തന്നെയാണെന്നത് പവിയെ തെല്ലമ്പരപ്പിക്കാതിരുന്നില്ല.
ഏട്ടനിരിക്ക്, ഞാൻ ചായ എടുക്കാം. അവൻ്റെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള വ്യഗ്രതയിൽ എന്നോണം പറഞ്ഞിട്ട് നിത അടുക്കളയിലേക്ക് നടന്നു. പവി മറുപടിയൊന്നും പറയാതെ സോഫയിലേക്ക് ഇരുന്നു. അടുക്കളയിൽ ചെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം നിത ചിന്തിച്ചത് മുഴുവൻ കശ്യപിനെ കുറിച്ച് മാത്രമായിരുന്നു. എന്തുകൊണ്ടോ ഇപ്പോൾ അവനോട് ചെയ്തത് തെറ്റായിപ്പോയെന്ന തോന്നലുണ്ടായി തുടങ്ങിയിരുന്നു അവളുടെ ഉള്ളിൽ. അവൻ്റെ കാര്യത്തിൽ എവിടെയോ തെറ്റുപറ്റിയെന്ന് ഉള്ളിലിരുന്ന ആരോ പറയും പോലെ അവൾ ഉരുകി. ചിന്തകൾ ഹൃദയത്തെ മതിച്ചുകൊണ്ട് രാവിലെ പമ്മിയെ കാണാൻ പോയപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കൂപ്പുകുത്തി. ഇത്രയൊക്കെ അനുഭവിച്ച എന്നെ തന്നെ നീയും കുറ്റപ്പെടുത്തണം പമ്മി. ഒരാളെ മനസ്സിൽ പേറിക്കൊണ്ട് അത്രയേറെ വെറുക്കപ്പെട്ട മറ്റൊരുവന്റെ താലി കഴുത്തിലണിയേണ്ടി വന്ന എൻ്റെ അവസ്ഥ നീയൊന്ന് ഓർത്തു നോക്ക്. തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്ന പമ്മിയെ നോക്കി അവൾ തന്നെ കുറ്റപ്പെടുത്തി കശ്യപിനു വേണ്ടി വാദിക്കുന്നത് കേട്ടത് ദേഷ്യവും സങ്കടവുമെല്ലാം കൂടിക്കുഴഞ്ഞ സ്വരത്തിൽ നിത പറഞ്ഞു. പമ്മി എപ്പോഴും മറുപടിയൊന്നും പറയാൻ കൂട്ടാക്കാതെ ഇരിക്കുകയായിരുന്നു. പിന്നെ പവിയേട്ടൻ്റെ കാര്യം കശ്യപിനോട് പറഞ്ഞത് ശരിയായില്ല എന്ന് നീ പറഞ്ഞില്ലേ? അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ കശ്യപ് എന്നെ ബലമായി. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പിന്നീടൊരു നിമിഷം പോലും ഈ നിത ജീവിച്ചിരിക്കില്ലായിരുന്നു. അറിയോ നിനക്ക്? നീ പറയുന്നതിലും ശരികളുണ്ടാവും. പക്ഷേ നീ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഷടിക്കരുത് നിത. നീ എന്താ ഉദ്ദേശിച്ചത്? ഇനിയും അയാളെപ്പോലൊരു മനുഷ്യമൃഗത്തിന് വേണ്ടി എന്നോട് വാദിക്കാനാണോ നിന്റെ പുറപ്പാട്? ചോദിക്കുമ്പോൾ അവളിൽ അനിഷ്ടം നിറഞ്ഞിരുന്നു. നീ പറഞ്ഞതുപോലെ അയാളൊരു മനുഷ്യമൃഗമായിരുന്നെങ്കിൽ നിന്റെ ശരീരം സ്വന്തമാക്കുവാൻ അയാൾക്ക് ഇത്രയും കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യമെന്താ? നിങ്ങൾ കണ്ടുമുട്ടിയ ആദ്യ ദിവസം തന്നെ അയാൾ അതിനൊരുക്കമായിരുന്നുവെങ്കിൽ ഒരു തടസ്സവും ഇല്ലായിരുന്നല്ലോ. നീ നിന്നെ സ്വയം അയാൾക്ക് സമർപ്പിച്ചതല്ലേ? പമ്മിയുടെ ആ ചോദ്യം നിതയെയും ഒന്ന് കുഴപ്പിച്ചിരുന്നു. പക്ഷേ കശ്യപിന്റെ ഭാഗത്തെ ശരികളെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തതുപോലെ അവൾ കണ്ണുകൾ അടച്ച് തല കുടഞ്ഞു. നീ തന്നല്ലേ പറഞ്ഞത് നീ അപ്രോച്ച് ചെയ്തപ്പോൾ പോലും നിന്റെ കഴുത്തിൽ താലി കെട്ടാതെ നിന്നെ തൊടില്ലെന്ന് അങ്ങേര് പറഞ്ഞതെന്ന്? പമ്മിയുടെ ചോദ്യത്തിന് യാന്ത്രികമായി തലയാട്ടുമ്പോൾ താൻ തോൽപ്പിക്കപ്പെടാൻ പോകുകയാണെന്നൊരു ഭയം അവളുടെ കണ്ണുകൾ ദൃശ്യമായിരുന്നു. പക്ഷേ പമ്മി, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല നിത. താലി കെട്ടി ഇത്രയും ദിവസം ഒരു ബെഡ് ഷെയർ ചെയ്തിട്ട് പോലും കശ്യപ് നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചോ? പിന്നെ ആദ്യമായി അവസാനമായി അതിന് ശ്രമിച്ചത് ഇന്നലെയാണ്. ഒരു പക്ഷേ അപ്പോഴത്തെ ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയതായി കൂടെ അത്. നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതം ഇത്രയും വലിയൊരു നരകമാക്കിയ കശ്യപ് മഹാദേവനോട് ഞാൻ പൊറുക്കില്ല പമ്മേ. അവൾ എരിയുന്ന പകയോടെ പറഞ്ഞു. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ നിത, ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് പിന്നീടൊന്നും വേണ്ടിയില്ലെന്ന് ഓർത്ത് വേദനിക്കേണ്ടി വരരുത് നിനക്ക്. അതുകൊണ്ടാ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത്. നീ സമാധാനമായിട്ടിരുന്നെന്ന് ചിന്തിച്ചു നോക്കണം മോളെ. പവിയേട്ടനോട് പ്രണയം തോന്നിയത് നിനക്ക് മാത്രമാണ്. ഏട്ടനത് അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ പവിയേട്ടൻ നിന്നെ ഒന്ന് നേരിൽ കാണുക പോലും ചെയ്തിട്ടില്ല മുൻപൊരിക്കൽ പോലും. പിന്നെ ഏട്ടൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് കശ്യപിൻ്റെ ഭാര്യയായിട്ടാണ്. എന്നിട്ടിപ്പോൾ നിന്റെ ഇഷ്ടമറിഞ്ഞാൽ അന്യൻ്റെ ഭാര്യയാണെന്ന് മറന്നുകൊണ്ട് പവിയേട്ടൻ നിന്നെ സ്വന്തമാക്കും എന്നാണോ നീ ധരിച്ചു വച്ചേക്കുന്നത്? ആ ധാരണയിലാണോ നിനക്ക് മാത്രം തോന്നിയ വെറുമൊരു ക്രഷിൻ്റെ പേരിൽ സ്വന്തം കെട്ടുതാലി പോലും നീ ഉപേക്ഷിച്ചത്? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുവല്ല നിത. പക്ഷേ ഇവിടെ നീ മുൻതൂക്കം കൊടുക്കേണ്ടിയിരുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷന് തന്നെയായിരുന്നു. ചായ തിളച്ച് സ്റ്റൗവിലേക്ക് വീണ ശബ്ദം കേട്ടപ്പോഴാണ് കെട്ടുപൊട്ടിയ പട്ടം പോലെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് അവൾ അടുപ്പിലേക്ക് നോക്കിയത്. ചായ ഒഴുകിയിറങ്ങി അടുപ്പ് അണഞ്ഞെന്ന് മനസ്സിലായതും വേഗം അത് ഓഫാക്കിയിട്ട് ചായ വാങ്ങി അരിച്ച് നന്നായി ആറ്റി കപ്പിലേക്ക് പകർന്നുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടപ്പോഴായിരുന്നു ബാൽക്കണിയിലെ ചാരുകസേരയിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്ന കശ്യപ് കണ്ണുകൾ വലിച്ചു തുറന്നത്. അവൻ പതിയെ അരികിരുന്ന ഫോൺ കയ്യിലെടുത്തു. നാട്ടിലെ ഓഫീസിൽ നിന്നും തൻ്റെ PA അൻവർ ആണെന്ന് കണ്ടതും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ അവൻ കോൾ എടുത്തു. ഹലോ അൻവർ. നാളെയോ മറ്റന്നാളോ എനിക്ക് പകരം സിദ്ധു ഓഫീസിൽ ചാർജ് എടുക്കും. ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. ഓക്കെ. അവൻ പറഞ്ഞതൊക്കെ കേട്ട് അത്രമാത്രം മറുപടി പറഞ്ഞിട്ട് കശ്യപ് കോൾ കട്ട് ചെയ്തു. അത് കേട്ടുകൊണ്ടായിരുന്നു സിദ്ധു അങ്ങോട്ട് വന്നത്. എടാ, നീ സീരിയസ് ആയിട്ട് തന്നെയാണോ? എന്തൊക്കെ കണക്കുകൂട്ടലുകളോടെ എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന കശ്യപിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു. പിന്നല്ലാതെ പിള്ള കളിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ ഇതൊക്കെ? നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. എടാ, ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് നീത? 1 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് നടക്കും. അതോടെ അവളും ഞാനും തമ്മിൽ നിയമക്കുരുപ്പിൽപ്പെട്ട് കിടക്കുന്ന ബന്ധവും അവസാനിക്കും.
അതുകൊണ്ട് ഇനിയും നീ കൂടുതൽ ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. എടാ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. വേർപിരിക്കൽ എളുപ്പമായിരിക്കും, പക്ഷേ ഒരുമിച്ച് ചേർക്കാനാ പാട്. അത് നീ മറക്കരുത്. ഒരവസാന ശ്രമമെന്നോണം സിദ്ധു പറഞ്ഞു. ഒരാളെ ശ്വാസം മുട്ടിച്ച് ഒന്നായിരിക്കുന്നത് കൊണ്ട് ആർക്കെന്ത് നേട്ടമുണ്ടടാ? എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എന്നോടുള്ള ദേഷ്യം മാത്രമായിരുന്നു അവളില്ലെങ്കിൽ എത്ര കാലം വരെ കാത്തിരിക്കാനും ഞാൻ തയ്യാറായിരുന്നടാ. പക്ഷേ അവൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എൻ്റെ ഏട്ടനെയാണ്. ഒരുമിച്ചുള്ള ജീവിതത്തിൽ പലയിടത്തും വെച്ചും അവർക്ക് പരസ്പരം കാണേണ്ടി വരും. അവരിരുവർക്കും ഒരു ബുദ്ധിമുട്ടാകും. അതൊന്നും വേണ്ടടാ. അവളുടെ ജീവിതത്തിലെ നായകൻ പവിയാണ്, ഞാൻ വില്ലനാണ്. ഗുണ്ടായിസം കാണിച്ച് ഒരു താലി കെട്ടി അവളെ മാനസികമായും ശാരീരികമായും ഒരുപാട് നോവിച്ച അവളിൽ വെറുപ്പ് നിറച്ച വെറും വില്ലൻ. നിറഞ്ഞു വന്ന കണ്ണുകൾ സിദ്ധു കണ്ടാലോ എന്ന് ഭയന്ന് മുറിയിലേക്ക് കയറിപ്പോകുമ്പോൾ അവൻ്റെ നെഞ്ചിൽ നിറഞ്ഞു നിന്നിരുന്നത് മുഴുവൻ നിതയെന്ന പെണ്ണു മാത്രമായിരുന്നു. പവി പോയ ശേഷം വീണ്ടും വന്ന് ബെഡിലേക്ക് കിടന്നതായിരുന്നു നിത. എന്തുകൊണ്ടോ ആ നേരത്ത് വല്ലാത്തൊരൊറ്റപ്പെടൽ അവളിൽ പിടിമുറുക്കിയിരുന്നു. എന്തൊക്കെയോ അസ്വസ്ഥതകൾ മനസ്സിൽ കിടന്നുഴലാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിക്കണമെങ്കിൽ എപ്പോഴത്തെയും അമ്മയോടൊന്ന് സംസാരിക്കുക തന്നെ വേണമെന്ന് തോന്നിയതും അവൾ ഫോണെടുത്ത് സുജയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മോളെ. അല്പനേരത്തിനു ശേഷം കോൾ കണക്റ്റ് ആയതും സന്തോഷമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ നിറഞ്ഞ അവരുടെ സ്വരം കേട്ടു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അമ്മയുടെ സ്വരം കേട്ടതും സ്വയം അറിയാതെ നിതയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അമ്മേ, സുഖമാണോ അമ്മയുടെ മോൾക്ക്? കുറേ തവണ വിളിച്ചു. അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്ന മറുപടി മാത്രമായിരുന്നു കിട്ടിയത്. എന്തു പറ്റി മോളെ? അമ്മേ, അത് കശ്യപ് എവിടെ? ഇങ്ങോട്ട് വിളിക്കാനൊക്കെ അവൻ സമ്മതിച്ചോ? സുജയുടെ ചോദ്യത്തിനെന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ അവൾ വാക്കുകൾക്കായി പരതിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവരിൽ നിന്നും അടുത്ത ചോദ്യം എത്തിയത്. അതവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതുമായിരുന്നു. അതിൻ്റെ പ്രതിഫലനം പോലെ അവളുടെ വലം കൈ ഫോണിൽ ഒന്നുകൂടി മുറുകി. എന്താ? അപ്പോൾ ഞാൻ കശ്യപിൻ്റെ ഒപ്പമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നോ? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. മോൾ അവിടെ ചെന്ന അന്ന് തന്നെ കശ്യപ് ഓഫീസിൽ ചെന്ന് നിന്റെ അച്ഛനെ കണ്ട് നീ ചെന്ന കാര്യം പറഞ്ഞിരുന്നു. സുജയിൽ നിന്ന് കേട്ട ആ വാക്കുകൾ നിതയ്ക്ക് തല ചുറ്റും പോലെ തോന്നി. അവളൊരാശ്രയത്തിനെന്ന പോലെ ബെഡിലേക്ക് ചെന്നിരുന്നു. താൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛനൊന്നും തിരക്കിപ്പോലും വന്നില്ലല്ലോ എന്നോർത്തപ്പോൾ ആ പെണ്ണിന് ചങ്ക് പൊട്ടും പോലെ തോന്നി. കണ്ണുകൾ കര കവിഞ്ഞൊഴുകി. ഉള്ളിലെ അച്ഛനെന്ന വിഗ്രഹത്തിൽ വിള്ളലുകൾ വീഴുന്നതറിഞ്ഞതും അവളുടെ ഹൃദയം എന്തിനോ പിടഞ്ഞു. കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛനായിരുന്നു റോൾ മോഡൽ. ആ അച്ഛൻ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് അമ്മ പോലും. അതുകൊണ്ട് തന്നെയാ കശ്യപ് അച്ഛനെ വേട്ടയാടുന്നെന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാതെ പോയത്. അവനോടുള്ള വെറുപ്പിൻ്റെ ആഴമേറിയത്. അതിനെല്ലാം പുറമെ തൻ്റെ ഈ ശരീരം മോഹിച്ചാണ് അവൻ അച്ഛനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ വെറുപ്പ് അറപ്പായി മാറി. എങ്കിലും അച്ഛനെ രക്ഷിക്കാൻ വേറൊരു വഴിയുമില്ലെന്നറിഞ്ഞിട്ട മറ്റൊന്നും ആലോചിക്കാതെ ഹോസ്റ്റലിലേക്കെന്ന് നുണ പറഞ്ഞ് കശ്യപിൻ്റെ അരികിലേക്ക് വന്നത്. അപ്പോഴും മനസ്സ് നിറയെ അച്ഛനെ രക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു. കശ്യപിൻ്റെ മുന്നിൽ സ്വയം അടിയറവ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തൊട്ട ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് സ്വയം ഇല്ലാതാകാനായിരുന്നില്ലേ മനസ്സിൽ തീരുമാനിച്ചത്? എന്നിട്ടും ഞാൻ ഇത്രയും വലിയൊരു വൃത്തികെട്ടവൻ്റെ ഒപ്പമാണെന്നറിഞ്ഞിട്ടും എന്നെ രക്ഷിക്കാനായി അച്ഛനൊന്നും ചെയ്തില്ല. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം? ചേർത്ത് പിടിക്കുമെന്ന് കരുതിയ ആൾ കണ്ടതായി പോലും ഭാവിച്ചില്ല. പിച്ചു ചീന്തി സ്വന്തമാക്കുമെന്ന് കരുതിയവൻ താലി ചാർത്തി സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും അച്ഛൻ പറഞ്ഞ ഈ ഉടലിനെ രുചിക്കാൻ അവൻ ശ്രമിച്ചതുമില്ല. ഇതിലാരാ ഭഗവാനെ ശരി? ആരുടെ ഭാഗത്താണ് സത്യം? ചോദ്യങ്ങൾ വീർപ്പ് മുട്ടിച്ചപ്പോൾ അവൾ വെപ്രാളത്തോടെ ശ്വാസം ആഞ്ഞു വലിച്ചു. അമ്മേ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പതിഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ചു. എന്താടാ? എന്നിട്ട് ഞാൻ കശ്യപിൻ്റെ കൂടെയാണെന്നറിഞ്ഞിട്ടും അച്ഛൻ എന്താ എന്നെ അന്വേഷിച്ച് വരാഞ്ഞത്? ഉള്ളിലെ സംശയം അതേപോലെ സുജയോട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊരുകി. സ്വരം വിറച്ചു. അവളുടെ ആ ചോദ്യം സുജയുടെ ഹൃദയത്തെയുമിർന്ന് മുറിച്ചു. അവളുടെ ചോദ്യം ന്യായമാണ്. തൻ്റെ മുന്നിൽ തനിക്കയാൾ മറ്റാർക്കോ ജനിച്ച കുഞ്ഞായിരുന്നെങ്കിലും അവളോടൊരിക്കലും അയാൾ അച്ഛൻ താനല്ല എന്ന തരത്തിൽ പെരുമാറിയിട്ടില്ല. 2 മക്കൾക്കും അയാൾ നല്ല അച്ഛൻ തന്നെയായിരുന്നു. ആ മനുഷ്യൻ മകൾ തൻ്റെ ശത്രുവിനൊപ്പമാണെന്ന് അറിഞ്ഞിട്ടും അവളെയൊന്ന് തിരക്കിപ്പോലും ചെന്നില്ല എന്നതിന് എന്ത് ന്യായം പറയും? ആ അമ്മ വേദനയോടെ ഓർത്തു. പക്ഷേ എങ്കിലും സത്യം പൂർണ്ണമായെങ്കിൽ പോലും അവൾ തിരിച്ചറിയുക തന്നെ വേണമെന്ന ഉറച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുക കൂടിയായിരുന്നു അവരാ നിമിഷം. അമ്മേ.
സുജയിൽ നിന്ന് മറുപടിയൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ നിത വീണ്ടും വിളിച്ചു. ആ മോളെ. അമ്മേ, കേൾക്കുന്നില്ലേ? ഞാനാ ദുഷ്ടന്റെ പിടിയിലാണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ എന്താ ഒന്ന് വരാത്തതെന്നാ ഞാൻ ചോദിച്ചത്. അവൾ തൻ്റെ ചോദ്യം ആവർത്തിച്ചു. അവൻ ദുഷ്ടനൊന്നുമല്ല മോളെ. നിന്നെ രക്ഷിക്കാൻ ഈശ്വരൻ അയച്ചതാ അവനെ. എൻ്റെ മോൾ അവൻ്റെ കയ്യിൽ ചെന്നെത്തിയത് നിന്റെ ഭാഗ്യമാ. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അയാളെപ്പോലൊരു ദുഷ്ടന് വേണ്ടി എന്നോട് വാദിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ പറ്റുന്നു? വല്ലാത്തൊരു മരവിപ്പോടെ നിത ചോദിച്ചു. അവൻ ദുഷ്ടനൊന്നുമല്ല മോളെ. അവൻ നിന്നെ രക്ഷിക്കുകയാണ് ചെയ്തേക്കുന്നത്. നിന്റെ അച്ഛനെ അന്ധമായി വിശ്വസിച്ച് നീ കയറി ചെന്നത് കശ്യപിന് പകരം മറ്റൊരാളുടെ അടുത്തേക്കായിരുന്നെങ്കിൽ ഇപ്പോൾ നീ ഏത് നിലയിലായിട്ടുണ്ടാകുമെന്ന് മോൾ ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാ അമ്മ പറഞ്ഞത് അവൻ നല്ലവനാ മോളെ. ചതി ചെയ്തത് നിന്റെ അച്ഛനാ. ആ മനുഷ്യൻ കശ്യപിനോടും നിന്നോടുമുള്ള പക വീട്ടാൻ മനഃപൂർവ്വം ചതിച്ചതാ നിന്നെ. അമ്മേ. അരുതാത്തതെന്തോ കേൾക്കാൻ പോകുവാണെന്ന തിരിച്ചറിവിൽ ഭയന്ന് വിറച്ചുപോയ ആ പെണ്ണ് ഒരു നിലവിളി പോലെ വിളിച്ചു. സത്യമാണ് നിത. പക്ഷേ അതിൻ്റെ കാരണം മാത്രം തൽക്കാലം എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. പക്ഷേ അത് ഞാൻ പറയും നിന്നോടും നിന്റെ അച്ഛനോടും ഒരുമിച്ച്. അതുവരെ എൻ്റെ മോൾ അമ്മയോടൊന്നും ചോദിക്കരുത്. പിന്നെ എൻ്റെ മോള് കശ്യപിനെ വെറുക്കരുത്. അവൻ്റെ ഒപ്പം തന്നെ ജീവിക്കണം. കാരണം അവൻ്റെ പെണ്ണായി ജീവിക്കുമ്പോൾ ആരും എൻ്റെ മോളെ ചതിക്കാൻ ധൈര്യപ്പെടില്ല. നിന്റെ മാനം വച്ച് പന്താടില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും അതുവരെ തൊണ്ടയിൽ വിങ്ങിയിരുന്ന കരച്ചിൽ പുറത്തേക്ക് ചാടിയതറിഞ്ഞ് സുജ ഫോൺ കട്ട് ചെയ്തു. മറുവശത്ത് ഫോൺ കട്ടായിട്ടും അതൊന്നും അറിയാതെ കേട്ട കാര്യങ്ങളിലെ സത്യവും മിഥ്യവും തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിത.